ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇൻ ദി എത്തിക്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട 6 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഡയറി എൻട്രി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് റൈറ്റ് എ ഡയറി എൻട്രി ആസ് സ്പിൽമാൻ ഓൺ ദ ഡേ ദി ജർമ്മൻ സോൾജർ ഫസ്റ്റ് ഹെൽപ്ഡ് യു. അതായത് സ്പിൽമാനെ ആദ്യമായിട്ട് ജർമ്മൻ സോൾജർ സഹായിച്ച ആ ദിവസം സ്പിൽമാൻ രാത്രി എഴുതുന്ന ഡയറിയാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എങ്ങനെ എഴുതണം? നമ്മൾ സ്വയം സ്പിൽമാനായി മാറിക്കൊണ്ട് വേണം ഈ ഒരു ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. അതായത് ഇവിടെ നമ്മൾ ഡയറി എഴുതുമ്പോൾ എന്നെ ഇന്ന് ജർമ്മൻ സോൾജർ കണ്ടുപിടിച്ചു, എനിക്ക് ഇന്ന് ബ്രെഡും ജാമും ജർമ്മൻ സോൾജർ കൊണ്ടു തന്നു എന്നൊക്കെ പറഞ്ഞു വേണം എഴുതാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ, എൻ്റെ എന്നൊക്കെ പറഞ്ഞു വേണം നമ്മൾ ഈ ഒരു ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. ഒരു ഡയറി എഴുതുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഡയറി എഴുതുമ്പോൾ അതിൽ സ്വയം ചിന്തിക്കുന്ന ചിന്തകൾ, അതേപോലെ തന്നെ സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങൾ, കൂടാണ്ട് സ്വയം ചോദിക്കുന്ന ചിന്തകൾ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ഡയറി എഴുതുമ്പോൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡയറി എഴുതുമ്പോൾ അതിന് തൊട്ട് മുകളിലായിട്ട് ഇടതുവശത്തായിട്ട് ഡേ, ഡേറ്റ്, ടൈം, ഈ 3 കാര്യങ്ങൾ എഴുതണം. അതായത് ഇവിടെ നിങ്ങൾ നോക്കുക, സാറ്റർഡേ 8 ഓഗസ്റ്റ് 2025 എന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 10 PM എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിർബന്ധമായിട്ടും ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ എഴുതിയിരിക്കണം. ഇവിടെ നോക്കുക, ഇവിടെ സാറ്റർഡേ 8 ഓഗസ്റ്റ് 2025 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ ഡേ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ കൂടി നിങ്ങളൊന്ന് നോക്കുക. ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. ഇവിടെ സമയത്തിൻ്റെ അവിടെ PM എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ രാത്രി 10 മണിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 10 നൈറ്റ് എന്നല്ല കൊടുത്തിരിക്കുന്നത്, പകരം 10 PM എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നൈറ്റ് എന്നോ അങ്ങനെയുള്ള പ്രയോഗങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. എപ്പോഴും 10 PM അല്ലെങ്കിൽ 11 PM അല്ലെങ്കിൽ 10:30 PM എന്ന് മാത്രം ഉപയോഗിക്കുക. PM എന്ന് ഉപയോഗിക്കുക രാത്രിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെയാണ്. സോ എന്ത് ചെയ്യാം, നമുക്ക് ഡയറിയിലേക്ക് കിടക്കാം. ടുഡേ വാസ് ദ മോസ്റ്റ് അൺബിലീവബിൾ ഡേ ഓഫ് മൈ ഹൈഡിങ്. എൻ്റെ ഒളിച്ചുള്ള ജീവിതത്തിലെ ഏറ്റവും അവിശ്വസനീയമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. എ ജർമ്മൻ സോൾജർ ഡിസ്കവേർഡ് മീ ഇൻ ദി എറ്റിക് റെഫ്യൂജ്. ഞാൻ ഒളിച്ചിരുന്ന ആ ഒരു എറ്റിക്കിൽ അവിടെ വന്നിട്ട് ഒരു ജർമ്മൻ സോൾജർ ഇന്ന് എന്നെ കണ്ടുപിടിച്ചു. ഐ വാസ് സെർട്ടൈൻ ഡെത്ത് ഹാഡ് കം. ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു എൻ്റെ മരണം അടുത്തെത്തിയെന്ന്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് അറസ്റ്റിംഗ് മീ, എന്നാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ഹി ലുക്ക്ഡ് അറ്റ് മീ വിത്ത് വാട്ട് സീംഡ് ലൈക്ക് കൺസേൺ. അദ്ദേഹം എന്നെ ദയാദാക്ഷിണ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം എന്നെ നോക്കിയത്. ഹിസ് യൂണിഫോം മാർക്ക്ഡ് ഹിം ആസ് മൈ എനിമി. അദ്ദേഹത്തിൻ്റെ യൂണിഫോം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അദ്ദേഹം എൻ്റെ എനിമിയാണ്, ശത്രുവാണെന്ന്. യെറ്റ് ഹിസ് ഐസ് ഷോഡ് സംതിങ് ഡിഫറെൻറ്റ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ എന്തോ ഒന്ന് എനിക്ക് കാണാമായിരുന്നു. ഹി ആസ്ക്ഡ് ഇഫ് ഐ വാസ് ഹംഗ്രി ഇൻ ബ്രോക്കൺ പോളിഷ്. അതായത് ബ്രോക്കൺ പോളിഷിൽ അദ്ദേഹം ഇടകലർന്ന ശബ്ദത്തോട് കൂടിയിട്ട് എന്നോട് ചോദിച്ചു, താങ്കൾ വിശന്നിരിക്കുകയാണോ എന്ന്. എ ക്വസ്റ്റ്യൻ ഐ ഹാഡ് ഇൻ ഹേർഡ് ഇൻ മന്ത്സ്. ഞാൻ മാസങ്ങളോളമായി കേൾക്കാൻ കൊതിച്ചിരുന്ന, എന്നാൽ ആരും ചോദിക്കാത്ത ഒരു ചോദ്യമായിരുന്നു അത്. ടു മൈ അസ്റ്റോണിഷ്മെന്റ് ഹി റിട്ടേൺഡ് വിത്ത് ഫുഡ്. എന്തോ എൻ്റെ ഭാഗ്യത്തിന് അദ്ദേഹം ഭക്ഷണവുമായി തിരികെ വന്നു. റിയൽ ബ്രെഡ് ആൻഡ് ജാം, യഥാർത്ഥ ബ്രെഡും ജാമുമായിട്ട്. മൈ സ്റ്റാവിങ് ഹാൻഡ്സ് ട്രംബിൾഡ് ആസ് ഐ ടുക്ക് ഇറ്റ്. എൻ്റെ വിശന്ന കൈകൾ അത് സ്വീകരിച്ചപ്പോൾ വിറച്ചു. സോ ഇവിടെയാണ് പറഞ്ഞു നിർത്തിയത്, മൈ സ്റ്റാവിങ് ഹാൻഡ്സ് ട്രംബിൾഡ് ആസ് ഐ ടുക്ക് ഇറ്റ്. എൻ്റെ വിശന്ന കൈകൾ അത് സ്വീകരിച്ചപ്പോൾ വിറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദി ടേസ്റ്റ് വാസ് ഓവർവെൽമിങ് ആഫ്റ്റർ മന്ത്സ് ഓഫ് സ്ക്രാപ്സ്. അതായത് ആ ഒരു ബ്രെഡിൻ്റെയും ജാമിൻ്റെയും ടേസ്റ്റ് എൻ്റെ മാസങ്ങളോളമുള്ള ആ ഒരു വിശപ്പിനെ വളരെയധികം ശമിപ്പിച്ചിരുന്നു. ബട്ട് ഫിയർ മിക്സ്ഡ് വിത്ത് മൈ ഗ്രാറ്റിറ്റ്യൂഡ്. വാസ് ദിസ് ജെനുവിൻ ഹെൽപ്പ് ഓർ എ ക്രൂവൽ ട്രിക്ക്. പക്ഷേ എനിക്ക് പേടിയുണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ. കാരണം ഇത് യഥാർത്ഥ ഒരു സഹായകരങ്ങളാണോ, അല്ലെങ്കിൽ എന്നെ കുഴിയിൽ അകപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തന്ത്രമായിരുന്നു എന്നുള്ളത്. വുഡ് ഹി റിട്ടേൺ വിത്ത് മോർ സോൾജേഴ്സ്. അദ്ദേഹം ഒരുപാടധികം സോൾജേഴ്സുമായിട്ട് മടങ്ങി വരുമോ? ദി വാർ ഹാസ് ടോട്ട് മീ ദാറ്റ് കൈൻഡ്നെസ് ഓഫൻ കംസ് വിത്ത് ട്രാപ്സ്. ഈ യുദ്ധം എന്നെ ഒരു കാര്യം പഠിപ്പിച്ചിരുന്നു. അതായത് എപ്പോഴും ചതിക്കുഴികൾ പല വിധത്തിൽ തൻ്റെ അടുത്തേക്ക് വരാമെന്ന്. അത് ചിലപ്പം കരുണയുടെ രൂപത്തിലായിരിക്കാം, അത് ചിലപ്പം സഹായത്തിൻ്റെ രൂപത്തിലായിരിക്കാം. ബട്ട് മൈ ഡെസ്പറേറ്റ് ഹങ്കർ ഓവർകെയിം കോഷൻ. എന്നാൽ എൻ്റെ അമിതമായിട്ടുള്ള വിശപ്പ് ഇതിനെയൊക്കെ മറികടന്നു. നൗ ഹവേഴ്സ് ലേറ്റർ, ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം, മൈ ടോൺ ബിറ്റ്വീൻ ഹോപ്പ് ആൻഡ് ഷെയിം.
ഐ ആം ടോൺ ബിറ്റ്വീൻ ഹോപ്പ് ആൻഡ് ഷെയിം. അതായത് ഞാനിപ്പോഴ് ഒരു പ്രതീക്ഷയുടെയും ലജ്ജയുടെയും ഇടയിലാണ് നിൽക്കുന്നത്. ഷുഡ് ഐ ഫീൽ ഗിൽറ്റി ഫോർ ആക്സെപ്റ്റിംഗ് ഹെൽപ്പ് ഫ്രം വൺ ഓഫ് ദം. ഈ നാസിയിൽ ഉൾപ്പെട്ട ഈ ഒരു വ്യക്തിയിൽ നിന്നും ഈ ഒരു സഹായം സ്വീകരിച്ചതിൽ ഞാൻ സ്വയം ലജ്ജിക്കേണ്ടതുണ്ടോ? ദാറ്റ് ബ്രെഡ് ഗേവ് മീ സ്ട്രെങ്ത്. ആ ഒരു ബ്രെഡ് എനിക്ക് ഊർജം പകർന്നു. ബട്ട് ഓൾസോ കൺഫ്യൂഷൻ. എന്നാൽ അതേപോലെ തന്നെ ഒരുപാട് കൺഫ്യൂഷൻസും. ഇഫ് എ നാസി ക്യാൻ ഷോ മേഴ്സി, ഒരു നാസി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്താണ് കരുണ കാണിക്കാമെങ്കിൽ വാട്ട് ഡസ് ദാറ്റ് മീൻ അബൌട്ട് ദിസ് വാർ? ഈ യുദ്ധം നടക്കുകയില്ലായിരുന്നു. കാരണം ഒരു നാസി അല്ലെങ്കിൽ നാസി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്താണ് ഇത്രയധികം സഹായം കാണിക്കാമെങ്കിൽ, സ്വയം എന്താണ് തൻ്റെ ജോലി തന്നെ റിസ്കിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഇത്രയധികം സഹായം കാണിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു യുദ്ധം തന്നെ നടക്കുന്നത്? ഹി പ്രോമിസ് ടു റിട്ടേൺ. അദ്ദേഹം എന്താണ് മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പ് തന്നു. ഡു ഐ ഡെയർ ബിലീവ് ഹിം? ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ദിസ് സ്മോൾ ആക്ട് ഓഫ് ഹ്യൂമാനിറ്റി ഹാസ് ഷേക്കൺ മൈ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൽ മോർ ദാൻ എനി ബാറ്റിൽ ഫീൽഡ് എവോ കുഡ്. ഈ ഒരു നാസി പട്ടാളക്കാരൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ജർമ്മൻ സോൾജറിൻ്റെ ഈ ഒരു ആക്ട്, ഈ ഒരു പ്രവൃത്തി എന്നെ നല്ലതേത് ചീത്തയേതെന്ന് തിരിച്ചറിയുന്നതിൽ നിന്നും വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്, എന്നെ പിടിച്ചുലക്കുകയാണ്. ഇത്രയാണ് ഈ ഒരു ഡയറിയിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതിലും സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഡയറി നിങ്ങൾ സ്വയം എഴുതി നോക്കുക. ഇവിടെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. സോ സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.